പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും ക്ഷീണിതരായി വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം തരികയും ആ ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനാണ് നമ്മുടെ ദൈവം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 9 വാക്യം, 2 Corinthians chapter 12 verse 9. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. വി ഡോണ്ട് ലൈക്ക് ഫീലിംഗ് വീക്ക്. ശരിയല്ലേ? ക്ഷീണമുണ്ടെങ്കിലും നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കും, നമ്മളത് ഫിക്സ് ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ വി ജസ്റ്റ് പുഷ് ത്രൂ ഇറ്റ്, അല്ലേ? പക്ഷെ ദൈവം നമ്മുടെ ബലഹീനതയെ കാണുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഒരു തോൽവിയായിട്ടല്ല കാണുന്നത്. അതിനെ നമ്മുടെ ദൈവം കാണുന്നത് ഒരു ഇൻവിറ്റേഷനായിട്ടാണ്. എന്തിനാ? അവൻ്റെ ബലം നമ്മളിലൊന്ന് ഷൈൻ ചെയ്യേണ്ടതിന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യർ 12:9 പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, കാരണം എൻ്റെ ശക്തി ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റായിട്ട് ഇരിക്കുന്ന സമയമല്ല ദൈവം നമ്മിൽ ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ അങ്ങേ അറ്റം പറ്റി, നമ്മൾ പറയത്തില്ല അറം പറ്റിയെന്ന്. അതായത് ഇറ്റ് ഈസ് വെൻ വി ആർ അറ്റ് ദ എൻഡ് ഓഫ് അവർ സെൽസ് ആൻഡ് ഓൾ വി ക്യാൻ ഡു ഈസ് ലീൻ ഓൺ ഹിം. നമുക്കപ്പോൾ ആകെ ചെയ്യുവാൻ കഴിയുന്നത് അവനിൽ ഒന്ന് ചാരുവാൻ മാത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ ദൈവമക്കളെ? കൃപ നമ്മിലേക്ക് ഒഴുകുവാൻ തുടങ്ങും. നമ്മുടെ വീക്ക്നെസ് ഒരിക്കലും ഒരു സ്റ്റോറിയുടെ അവസാനമല്ല. അവിടെയാണ്, നമ്മുടെ ആ വീക്ക്നെസ്സിൻ്റെ ആ സ്ഥലത്താണ് ദൈവം ശക്തിയോടെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത സംഗതികളെ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാം അവന് അവസരം കൊടുക്കുക, അവന് മാത്രം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഹിസ് സ്ട്രെങ്ത് നെവർ റൺസ് ഔട്ട്. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? നല്ലതായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് ദൈവപൈതലേ നിനക്ക് തോന്നുന്നില്ലേ? പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറ, നിന്നെ ഒന്ന് കാണിച്ചു തരാൻ. ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലാണ് പകരപ്പെടേണ്ടതെന്ന് ഒന്ന് ചോദിച്ചു നോക്കിക്കേ. പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കുന്നത് കുഞ്ഞെ നീ ഒന്ന് എഴുതി വെക്ക്. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഒത്തിരി വീക്കാം, നീ എൻ്റെ ശക്തിയായി എൻ്റെ കൂടെ ഇരിക്കണമേ, നീ എൻ്റെ ബലമായി എന്നോട് കൂടെ വസിക്കണേ, നിൻ്റെ കൃപ എനിക്ക് ആവശ്യമുള്ളത് നീ എനിക്ക് തരണമേ എന്ന് പറ. നമുക്കെപ്പോഴും അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ, പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഏരിയ ഏതാണെന്ന്. ദൈവത്തിൻ്റെ കൃപ ദൈവം ആ ഏരിയയിൽ ചൊരിയും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. സങ്കീർത്തനം 139:14 ഇങ്ങനെ പറയുന്നു. സാം 139 verse 14. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. സ്തോത്രം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഒരു പേർപ്പസ് ഉണ്ട്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റായിട്ടുള്ള ബോൺ തൊട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ ഒരു സെല്ല് വരെ എടുത്താൽ എല്ലാത്തിനും ഒരു പേർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഓരോ
ഭാഗങ്ങളും വളരെ യുണീക്കായിട്ട് ഷേപ്പ് ചെയ്തിരിക്കുക. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഫങ്ഷൻ ചെയ്യേണ്ടതിന് തക്കവണ്ണമാണ് ഓരോ അവയവങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ദൈവമക്കളെ അങ്ങനെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും പ്രൈസ് ഗോഡ് ദൈവത്തിന് യുണീക്കാ. യു ആർ ക്രിയേറ്റഡ് വിത്ത് ഇൻറ്റൻഷൻ, പ്ലേസ്ഡ് വിത്ത് പേർപ്പസ് ആൻഡ് ഡിസൈൻ ടു മേക്ക് എ ഡിഫറൻസ്. നമ്മൾ 1 കൊരിന്ത്യർ 12 അധ്യായം നോക്കിയാൽ നമ്മളവിടെ കാണുന്നത് നമ്മളെല്ലാം ഓരോ ഭാഗമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ. വി ആർ ഓൾ പാർട്ട് ഓഫ് വൺ ബോഡി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ചിലത് ഹാൻഡ്സ് ആണെന്നും ചിലത് ഐസ് ആണെന്നും ചിലത് ഫീറ്റ് ആണെന്നും ഒക്കെ ഉള്ളൂ. ഡിഫറെൻറ്റ്, പക്ഷേ എല്ലാം വാല്യുബിളാണ്. കുഞ്ഞെ, നിൻ്റെ പേഴ്സണാലിറ്റി, നിൻ്റെ പാഷൻസ്, നിൻ്റെ സ്റ്റോറി, ഈവൻ യുവർ സ്ട്രഗിൾസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. നൺ ഓഫ് ദം ആർ റാൻഡം. ഞാൻ പറയട്ടെ, ഇതൊന്നും എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ദൈവം ഉണ്ടാക്കിയതല്ല. ഇത് ആക്സിഡൻ്റലി ഉണ്ടായതും ഉണ്ടാക്കിയതുമല്ല. നീ അവൻ്റെ സ്വന്തമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് നിൻ്റെ റോള് തൻ്റെ ആ വലിയ പിക്ചറിൽ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായതിന് നമുക്ക് എത്ര നന്ദി അവനോട് പറഞ്ഞാൽ മതിയാകും. നമ്മുടെ യുണീക്നെസ്സിനെ നാം സ്വീകരിക്കണം, നാം എംബ്രേസ് ചെയ്യണം. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നൊരു പേർപ്പസിന് വേണ്ടി, ആ കോളിന് വേണ്ടി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഹോൾ ബോഡി വളരെ സ്ട്രോങ് ആയിട്ട് വളരുവാൻ കുഞ്ഞെ ഓരോ ബോഡി പാർട്സിനും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. യു ആർ നീഡഡ്, യു മാറ്റർ. പ്രൈസ് ഗോഡ്. നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ചില പാഷൻസ്, ചില സ്കിൽസ്, ചില ട്രേഡ്സ് അല്ലേ? ദൈവത്തിന് അതൊക്കെ അവന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറ, ഏറ്റവും എന്നിലെ ഏതാ എൻ്റെ കർത്താവിന് വേണ്ടതെന്ന്. അല്ലെങ്കിൽ നീ അവനോട് തന്നെ ചോദിയില്ലേ, അവൻ നിന്നെ അപ്പോൾ എന്ത് കാണിക്കുമെന്നോ ആ കാണിക്കുന്നതിന് വേണ്ടി നന്ദിയുള്ളവരായിട്ടിരിക്കുക. എത്രയോ അതിശയകരമായി അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന. അതുകൊണ്ട് നമ്മെ അവൻ കാണുന്നത് അവൻ്റെ കണ്ണുകളിൽ കൂടെ തന്നെ നമ്മെ ഒന്ന് കാണട്ടെ. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മെ തന്നെ നാം ഇഷ്ടപ്പെടുന്ന ചില സംഗതികളുടെ ഒരു ലിസ്റ്റ് ഒന്നുണ്ടാക്കാൻ പറ്റുമോ? നിൻ്റെ ലുക്സ്, നിൻ്റെ പേഴ്സണാലിറ്റി, നിൻ്റെ ടാലൻറ്റ്സ്, നിൻ്റെ ഗിഫ്റ്റ്സ്, എല്ലാത്തിനെ പറ്റി നിനക്ക് എന്തോ അറിയാം കുഞ്ഞെ. നിൻ്റെ ആ ലിസ്റ്റിൽ നിന്ന് 3 കാര്യം നീ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനെ അഫർമേഷൻസായിട്ട് എഴുതി വെക്കുക. ഓരോ ദിവസവും രാവിലെ നീ അത് നോക്കി അത് തന്നെ നീ എന്നോട് പറ, നിന്നോട് തന്നെ പറ. ഞാനാണെങ്കിൽ എന്നോട് തന്നെ പറയണം. ഹല്ലേലൂയ. അതിൽ നിന്ന് നീ ചൂസ് ചെയ്യുന്ന 3 കാര്യമുണ്ടല്ലോ. റൈറ്റ് ദം ആസ് അഫർമേഷൻസ്. യു ക്യാൻ സേ ടു യുവർ സെൽഫ് എവറി മോർണിംഗ് ആസ് യു ഗെറ്റ് റെഡി ഫോർ ദ ഡേ. അതൊക്കെ ദൈവം നന്മയാക്കി നമ്മുടെ ജീവിതത്തിൽ തീർത്തു തരും. നമുക്കറിയാം, പ്രൈസ് ഗോഡ്, അവകാശം വിഭാഗിച്ചു കൊടുക്കുവാൻ യോശുവയെയാണ് ഏൽപ്പിച്ചത്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 9 വാക്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം ഒരിക്കലും മറന്നു പോകാതെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വാക്യമാണ്. ജോഷുവ ചാപ്റ്റർ 1:9. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ദ ലോർഡ്. സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ ഒരു ചെറിയ കുട്ടി, എന്നാൽ കുറേ പേര് അവൻ്റെ ചുറ്റും വന്ന് അവനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ അവൻ ഭയപ്പെടും. എന്ത് ചെയ്യണമെന്ന് അവന് അറിയാൻ മേല. പക്ഷെ അവൻ്റെ മൂത്ത ചേട്ടൻ, അവൻ്റെ ബിഗ് ബ്രദർ അവൻ്റെ അടുക്കിലേക്ക് വരുവാണെങ്കിൽ, ഹല്ലേലൂയ, ആ ബിഗ് ബ്രദറിനെ നോക്കിയാൽ
അവൻ ഇവനെ കഴിഞ്ഞ് പൊക്കമുള്ളതാ, സ്ട്രോങ്ങാ, എല്ലാവർക്കും അവനെ അറിയുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ തന്നെ നേരിടാൻ വന്നത്, ബുള്ളി ചെയ്യാൻ വന്നവരെല്ലാം അപ്പോൾ അപ്രത്യക്ഷിതമാകും, പിന്മാറും. എന്തുകൊണ്ടാണ്? കാരണം ആ കൊച്ചു പൈതൽ ഇനി നിൽക്കുന്നത് ഒറ്റയ്ക്കല്ല. അവനേക്കാൾ വലിയവൻ, ഇവരെക്കാൾ വലിയ ഒരാൾ അവൻ്റെ കൂടെ നിൽപ്പുണ്ട്. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ലൈക്ക് വെൻ വി റിയലൈസ് ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നൊന്ന് ചിന്തിക്കാമോ? ആ സമയത്ത് നമ്മുടെ എല്ലാ ആങ്സൈറ്റിയും മാറിപ്പോകും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ സാന്നിധ്യം തന്ന് നീ പറയുന്ന വഴിയിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം. ദൈവകൃപയെ ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കണം. ജയകരമായ ജീവൻ നയിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരുന്ന് സാന്നിധ്യം തരണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്.